അടുത്ത ബിരിയാണി കഴിക്കാനുള്ള സമയമായി, അത്രയും നടന്നിട്ടുണ്ട്. ഇതെവിടുന്ന് വാങ്ങി? ഇത് കടയിൽ നിന്ന് 1250-1300 ഡമസ്കസ് കൊണ്ടുപോകാൻ ആർക്ക് വേണ്ടിക്ക് നടക്കാം. പക്ഷെ നമ്മളെല്ലാണെങ്കിലും നാടായിട്ട് നടക്കില്ലല്ലേ. ഇപ്പം നമ്മൾ ആർട്ട് മ്യൂസിയത്തിലാണുള്ളത്. ഈ കാണുന്ന ഫോട്ടോ ഇല്ലേ, അങ്ങ് പാകിസ്ഥാനിന്ന് കൊണ്ടുവന്ന ബുദ്ധന്റെ ഹെഡാണ് ഈ കാണുന്നത്. ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് അബുദാബിയിലാണുള്ളത്. അബുദാബിയിൽ നമ്മൾ ലുവേറിയ മ്യൂസിയത്തിലേക്ക് പോവുകയാണ്. പക്ഷേ എൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റും കൂടി ഉണ്ട്, ഒരു യൂട്യൂബർ. ആളെ ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. ആളുടെ പേരെന്താണെന്നോ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആളുടെ എനിക്ക് പേഴ്സണലി അറിയില്ല. എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററാണ് ആൾ. അപ്പം നമുക്ക് ആളെ പരിചയപ്പെടുത്തി തരാം. ആളെന്നെ പറഞ്ഞുതരും എന്താ പേര്, കാര്യങ്ങൾ, യൂട്യൂബിൽ എന്തെല്ലാം ഇടുന്നതെന്നൊക്കെ. ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ആളി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈം മീറ്റിംഗ് ആണ്. ഫറുവിൻ്റെ ഫ്രണ്ട് ആബിദ് ഉണ്ട്, ആളുടെ സിസ്റ്ററാണ് ഇത് കേട്ടോ. അപ്പം ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്ക് യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ലിങ്കിലെ വീഡിയോസൊക്കെ കണ്ടത്, കൂടുതലും ഷോർട്സ് ഇടുന്നത് എന്നെക്കാട്ടി അടിപൊളിയായിട്ട് ചെയ്തിരുന്നു ഉണ്ട് വീഡിയോ. പിന്നെ പേഴ്സണലി എന്താ കാര്യം എന്ന് വെച്ചാൽ പറ, എവിടെ നിന്ന് ആണെന്നുള്ളത്? ആള് ദുബായിൽ നിന്ന്, ഞങ്ങൾ അബുദാബിന്നാണ്. നമ്മൾ ദുബായിൽ നിന്ന് 2 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് കാണാൻ വന്നത്. അപ്പൊ ഞങ്ങള് പോണതൊരു ലുവേറിയ മ്യൂസിയത്തിലേക്ക്. അതെ, അപ്പൊ അതിന്റെ വീഡിയോ വരും. അപ്പൊ എന്റെ ഹസ്ബൻഡും കൂടെ ഉണ്ട് കേട്ടോ. എന്റെ ഹസ്ബൻഡും ആബിദും കൂടെ ഉണ്ട്. ആബിദ് എന്റെ ബ്രദറാണ്, എന്റെ ഇക്കയാണ് ആബിദ്. എന്താണ് സഹലാന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടാണ് എൻ്റെ ഇക്ക. അങ്ങനെയുള്ള ഒരു ബന്ധമാണ് ഞങ്ങളുടെ. നമ്മൾ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്ന, പക്ഷെ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്ത പോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ മുന്നേ പരിചയമുള്ളത് പോലെ. പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ചിട്ട് അവിടുത്തെ വിശേഷം കാണിച്ചിടാം. നാട്ടിലെവിടെയായിരുന്നു? നാട്ടിൽ പാലക്കാട്, ഞാൻ കണ്ണൂര്. അപ്പൊ അവിടെയും ഡിസ്റ്റൻസ് ആണ്, ഇവിടെയും ഡിസ്റ്റൻസ്. നാട് തമ്മിൽ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നമ്മളെ ലാംഗ്വേജിലും ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലാങ്ങിലുള്ള ഡിഫറൻസ്. ഞങ്ങൾ രണ്ടാളും ഫസ്റ്റ് മീറ്റിംഗ് ആണെങ്കിലും ആളും ഭയങ്കര പെട്ടെന്ന് ഫ്രീ ആവുന്ന ആളാണ്, ഞാനും അങ്ങനെയാണ്. അപ്പൊ ആ ഒരു പെട്ടെന്ന് കമ്പനി ആവാൻ അധികം ടൈമിന്റെ ആവശ്യമൊന്നും എടുത്തില്ല, പെട്ടെന്ന് തന്നെ കമ്പനിയായി. നമ്മൾ പോയിട്ട് ഫുഡ് കഴിക്കണം, എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് മ്യൂസിയത്തിലേക്ക് പോകണം, അവിടെ ഒന്ന് കാണണം കേട്ടോ. ആബിദിനെയും ഹസ്ബൻഡിന്റെ പേരെന്താ? ഇഷാഖ്. ആളുടെയും കാണണം കേട്ടോ. അയക്കാനെ നമുക്ക് കാണാം. ഇതാണ് ഫറുവിന്റെ ഫ്രണ്ട് ആബിദ്. ഓഫീസിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. പറഞ്ഞിട്ട് എനിക്ക് കുറെ അറിവുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താ പറയാനുള്ളത്? ഒന്നുമില്ല, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനുള്ളതുകൊണ്ട്. ഇത് എന്റെ ഹസ്ബൻഡാണ് ചാരിക. കണ്ടോ, ഞങ്ങളെ കൂട്ടാണ്ട് അവിടെ പോയിട്ട് നിന്ന് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ പോസ്റ്റായി നിൽക്കുക ചെയ്യുന്നത്. എങ്ങോട്ടൊന്നും ഇല്ലാണ്ട് 3 ആളുണ്ട് നടന്ന് പോകുന്നത്. ടാക്സിയിലാണോ ബസ്സിലാണോ എന്ന് അവർക്ക് തന്നെ അറിയില്ല, അവരെങ്ങോട്ടേക്കാണ് കൂട്ടി കൊണ്ടുപോകുന്നു എന്നുള്ളത്. ടാക്സി നോക്കുന്ന പക്ഷെ കിട്ടുന്നില്ല. ഇനിയിപ്പം ബസ് ഉണ്ടെങ്കിൽ അതിൽ പോകണം. ഓൾമോസ്റ്റ് ഇപ്പം 3:30 കഴിഞ്ഞു. നല്ല വെയിലും ഉണ്ട്. താൻ ഫുഡ് ഉണ്ടാക്കുമോ നല്ലോണം? ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടമാണ്, അത് കാരണം അത് ചെയ്യാനും ഇഷ്ടമാണ്. അതുകൊണ്ട് മെയിൻ ആയിട്ട് ചാനലിലെ ഫുഡ് വീഡിയോസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോസും ഫുഡ് ഉണ്ടാക്കണ കുറച്ച് റെസിപ്പിന്റെ വീഡിയോസാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇനി എപ്പോൾ എന്നെ വിളിച്ചിട്ട് ഫുഡ് തരുമോ? പിന്നെ തീർച്ചയായും. അങ്ങനെ കുറേ ടാക്സി അലഞ്ഞ് നമുക്കൊരു ടാക്സി കിട്ടിയിട്ടുണ്ട്. ആരും അങ്ങോട്ടേക്ക് പോകുന്നില്ല, കാരണം ഭയങ്കര റഷ് ആയതുകൊണ്ട് നമ്മൾ പിക്ക് ചെയ്ത് പോകാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. ലാസ്റ്റ് നമുക്കൊരു ടാക്സി കിട്ടിയിട്ടുണ്ട്, അതിൽ കയറി നമ്മൾ പോവുകയാണ് അങ്ങോട്ടേക്ക്. ഇവർ പാലക്കാട്ടുകാരാണ്. അപ്പം ഇവർ ആളുടെ സിസ്റ്റർ ഹസ്ബൻഡിനെ അളിയാന്നാണ് വിളിക്കുക. തിരിച്ച് അളിയാന്നുള്ള വിളി മാത്രമേ ഉണ്ടാവുള്ളൂ, പേരോ കാര്യങ്ങളോ ഇല്ല. നമ്മളെ നാട്ടിലാണ് നേരെ മറിച്ച് ഇക്ക, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പേരെന്തെങ്കിലും ഉണ്ടെങ്കിൽ പേര് വിളിക്കും. ഇപ്പം എൻ്റെ സിസ്റ്റർ ഹസ്ബൻഡിനെ ഞാൻ ഷമ്മൂക്കാന്നല്ലേ വിളിക്കുന്നത്, കുഞ്ഞളിയാന്നല്ലല്ലോ. ഇവർ പക്ഷെ അളിയാന്നുള്ള വേർഡ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതെന്തുകൊണ്ട് അങ്ങനെ? ബഹുമാനത്തിന്റെ പേരിലാണ് അങ്ങനെ വിളിക്കുന്നത്. നമുക്കും ബഹുമാനം ഉണ്ടല്ലോ. അത് ഞങ്ങളുടെ ഒരു നാടിന്റെ കൾച്ചർ അങ്ങനെയാണ്. അപ്പം നമ്മളെ നാടാണ് ബെറ്റർ ഓപ്ഷൻ. അങ്ങോട്ടേക്ക് വന്നല്ല കേട്ടോ. അവിടെ ബെറ്റർ ഓപ്ഷൻ ആയിട്ട് ഒന്നുണ്ടാവും, ഇവിടെ ഞങ്ങൾക്ക് ഓരോന്നുണ്ടാവുമല്ലോ അങ്ങനെ. പക്ഷെ ഇവര് വർത്താനം മളിയാളിയാന്നുള്ള സംസാരം കേൾക്കാൻ നല്ല രസമുണ്ട്.
അളിയന്റെ റിപ്ലൈ ആളി എവിടെ ഉണ്ട്? കേൾക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ ഒരു അതിശയം പോലെ. പിന്നെ ഞാൻ ഇവളോട് ചോദിച്ചു ഇതെന്തോ ഇങ്ങനെ വിളിക്കുന്നത്. അന്നേരം പറഞ്ഞത് ഫസ്റ്റ് ടൈം പേര് വിളിച്ചതിന് ശേഷം വീട്ടിൽ നിന്ന് പാരന്റ്സ് പറഞ്ഞോലും അങ്ങനെ വിളിക്കാൻ പാടില്ല, അളിയാന്ന് എന്നെ വിളിക്കണം. നിങ്ങൾ അവിടുത്തെ സ്പെഷ്യൽ ഫുഡ് എന്താ? ഇല്ല, ഞങ്ങളുടെ ഞങ്ങളുടെ നാട്ടിലത്തെ ബിരിയാണിയാണ് കേരളത്തിലെ ഏറ്റവും വെറൈറ്റി ബിരിയാണി. അങ്ങനെ പറയാൻ പറ്റില്ല. തലശ്ശേരി ദം ബിരിയാണി എന്ന് കേട്ടിട്ടുണ്ട്. ലുക്ക് വൈസ് ഡിഫറെന്റ് ആണ്, കളറും ലുക്കൊക്കെ വെച്ച്. ലുക്ക് വൈസ് ആണ് മാത്രമേ ഇരുന്നുള്ളൂ. ടേസ്റ്റ് വൈസ് നമ്മളെ ബിരിയാണിയാണ് ബെസ്റ്റ്. അങ്ങനെ ഞങ്ങളുടെ പാലക്കാട്ടുകാരായിട്ട് ഞങ്ങളുടെ ബിരിയാണി അങ്ങനെ ഇതാക്കുമ്പോ നമുക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? നാട്ടില് വന്നാൽ തലശ്ശേരിയിലേക്ക് വാ, എനിക്ക് നല്ല ദം ബിരിയാണി വാങ്ങിത്തരാം. നിങ്ങളും വരണം, ഞങ്ങളുടെ അവിടുത്തെ ബിരിയാണി ട്രൈ ചെയ്യണം, അഭിപ്രായം അറിയിക്കണം. ആബിദിനെ അറിയാം, ഫുഡിന് നമ്മളല്ല മെയിന്. അത് തലശ്ശേരിക്ക് ഒരു ലൈക്ക്. ഭയങ്കര വൈറലായ ഒരു ഫുഡില്ലേ മുട്ട സുർക്ക, സുർക്കയും പൊള്ളിച്ച കോഴിയും, അങ്ങനെ എന്തോ കുറച്ച് സാലഡും മയോണൈസൊക്കെ ആയിട്ട് വരുന്നത്. നമ്മള് കല്യാണം കഴിഞ്ഞ പാട് പിയാപ്പിളാർക്ക് കൊടുക്കുന്ന ഒരു മെയിൻ ഡിഷാണ് മുട്ട സുർക്ക. പിന്നെ രാവിലെ എന്താ പറയാ, ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഒരു സൈഡ് ഡിഷ് പോലെ നമ്മൾ കൊടുക്കുന്ന സംഭവം കായ് വാട്ടിയത്, മുട്ട, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? കല്യാണം കഴിഞ്ഞ അന്ന് നെക്സ്റ്റ് ഡേ തന്നെ പിയാപ്പിൾക്ക് കൊടുക്കുന്ന എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടൊന്നും ബ്രേക്ക്ഫാസ്റ്റ് തന്നെ എന്താ? നമുക്ക് അങ്ങനെയല്ല, രാവിലെ എണീച്ച് ഒരു ട്രിപ്പ് ഈ സംഭവം കഴിക്കും. അങ്ങനെ എന്താണ് പുയ്യാപ്പിളക്ക് ആയിട്ടുള്ള മാറ്റി വെക്കണ ഫുഡൊന്നുമില്ല. നമ്മുടെ പത്തിരിയും ബീഫും അങ്ങനത്തെ പൊറോട്ട ബീഫും അങ്ങനത്തെ നമുക്ക് അങ്ങനെയല്ല. രാവിലെ എണീച്ച പാടി ഇവർക്ക് കായ് വാട്ടിയത്, മുട്ട, പിന്നെ ബ്രെഡ് നിറച്ചത്, അങ്ങനത്തെ കുറെ സംഭവം കൊടുക്കും. അത് കഴിഞ്ഞൊരു 5-10 മിനിറ്റ് ഫർഹാനിക്ക് ഈ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മധുരാണ് മധുരാണ്. കായ് എന്ന് വെച്ച പഴം വാട്ടിയത്. അതെ അതെ, പച്ചക്കായ് വാഴക്ക. പച്ചക്കായ് അല്ല, നമുക്ക് പഴുത്ത പഴത്തിനെ നമ്മൾ കട്ട് ചെയ്ത് വാട്ടുന്ന സംഭവം. നമ്മളവിടെ നേന്ത്രപ്പഴം അങ്ങനെയൊക്കെ. പഴംപൊരി വേറെ സംഭവം. കായ് പൊരിച്ചോ? അല്ല, പഴംപൊരി എന്ന് തന്നെ പറയും. അന്യത്തിനോട് സ്നേഹമുള്ള ആങ്ങളെയാണ്, തോളിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇതാ ഇങ്ങനെ നിങ്ങളെ ആങ്ങളമാർ ഇതുപോലെ സ്നേഹിക്കുന്നുണ്ടോ? തോളിച്ചിട്ടെല്ലാം തരുന്നുണ്ടോ? ഇതെവിടെ നിന്ന് വാങ്ങി? ഇത് കടയിന്ന്. സ്പോൺസർഷിപ്പ് ആരാണ് സ്പോൺസർഷിപ്പ്? അദ്ദേഹം ബ്രദർ, സ്നേഹനിധിയായ ആങ്ങള. മെയിൻ ആയിട്ട് ഫുഡാണ്, ഫുഡ് വീഡിയോസ് ആണ്, കുക്കിംഗ് ആണ് മെയിൻ നോക്കുന്നത്. പിന്നെ വ്ളോഗ്സും ഇടുന്നുണ്ട്. നല്ലോണം ഫുഡ് ഉണ്ടാക്കും. ഇല്ല, നല്ലോണം ഫുഡ് ഉണ്ടാക്കും എന്ന് പറഞ്ഞു. ഫുഡ് ഉണ്ടാക്കാനും ഇഷ്ടം, കഴിക്കാനും ഇഷ്ടം. അത് കാരണം എന്റെ ചാനലിൽ ഫുഡ് ഉണ്ടാക്കണത് കഴിക്കണതായിരിക്കും കൂടുതൽ ഉണ്ടാവുക. ആ ചാനൽ എല്ലാവരും കയറി നോക്കണം കേട്ടോ. ചാനലിന്റെ പേരെന്തായിരുന്നു? ഡ്യൂഡൈൻ ഡയറീസ്. എന്തുകൊണ്ടാ പേരിടാൻ കാരണം? ഇത് ഫുഡിന് ബന്ധപ്പെട്ട് എന്തെങ്കിലും പേരായിരിക്കണം എന്ന് ഒരു നിർബന്ധം ഉണ്ടായത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അതെ, റൈറ്റ്, കറക്റ്റ്. ആൾക്കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. മെയിൽ അയക്കാൻ മാത്രല്ല. അതെ, നിങ്ങൾ എത്ര പേർക്ക് അയച്ച് ChatGPT യൂസ് ചെയ്ത്? മുഴുവൻ അതിൽ തന്നെ. ഇല്ല, ChatGPT ഒരു കണക്കിന് നോക്കിയാൽ നല്ലതാണ്. പണ്ടൊക്കെ മെയിൽ അയക്കാന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ജോലിക്ക് കയറിയ സമയത്തൊക്കെ. ഇപ്പോൾ ChatGPT ഉള്ളതുകൊണ്ട് എല്ലാ ഗ്രാമർ മിസ്റ്റേക്ക് അത് ക്ലിയർ ചെയ്ത് തരും. അങ്ങനെ എടുത്ത് കോപ്പി എടുത്ത് മെയിൽ അയച്ച് കസ്റ്റമറിന് അയച്ചാൽ പോരാ. അതാ ഒരു കണക്കിന് അതാ നല്ലത്. നിങ്ങളുടെ ഹസ്ബൻഡ് അത് തന്നെ കേട്ടാ ചെയ്യാം. ഞാനും അത് യൂസ് ചെയ്യലുണ്ട്. അല്ല, അത് എന്തുകൊണ്ടും ബെസ്റ്റ്. അത് മോസ്റ്റ്ലി ആൾക്കാർ പ്രിഫർ ചെയ്യുന്നുണ്ട്. നല്ല തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ഫുഡൊക്കെ കഴിക്കില്ലേ, ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനില്ലേ, അതെടുത്ത് ഒരു ഫോട്ടോ എടുത്തിട്ട് ChatGPT സ്കാൻ ചെയ്താൽ മതി. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ കിട്ടും. ആ ഇൻഗ്രീഡിയൻസ് എന്താണ്, അത് നമുക്ക് ഹാംഫുൾ ആണോ, എല്ലാം നമുക്കറിയാം. ഗ്ലിംസ് ഓഫ് സഹല. ChatGPT കണ്ടല്ലോ. ഇല്ല, ഇത് എന്റെ സെൽഫാണ്. എനിക്ക് കുറച്ച് ഫണ്ണായിട്ട് ഇരിക്കണം വീഡിയോ ചെയ്യുമ്പോൾ. അങ്ങനെ എനിക്ക് കാണാൻ ഇഷ്ടം അങ്ങനത്തെയാണ്. അത് കാരണം ഞാൻ വന്നിട്ട് ഇപ്പോ 2 months ആവണേ ഉള്ളൂ. അല്ല, 2 months കഴിഞ്ഞു.
ഫസ്റ്റ് ടൈം ആണ് വരുന്നത്. എങ്ങനെയുണ്ട് ദുബായ്? ഇപ്പൊ വന്നപ്പോ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്ന് സെറ്റായി. നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് പർച്ചേസ് ചെയ്തിന്, അപ്പം അത് കാണിച്ച് നമുക്ക് ഉള്ളിൽ കയറാം. 3 കൂടി നമ്മൾ ചതിച്ചിരിക്കുന്നു ഗൈസ്. ഇതല്ല സംഭവം. നമുക്ക് പോവേണ്ടത് അങ്ങ് അപ്പുറത്തെ സൈഡിലേക്കാണ് കേട്ടോ. അവിടെ കണ്ടോ, അങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. നമ്മളിപ്പം ടീം ലാബിന്റെ മുന്നിലാണ് ഉള്ളത്. നമുക്ക് പോകേണ്ട സ്ഥലം ശരിക്കും ഇതല്ലായിരുന്നു, ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നത്. പക്ഷെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വേറെ എൻട്രി എടുക്കണം. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പാസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്തിട്ടില്ല. ഇവിടെ കുറച്ച് പൈസ അധികം തോന്നുന്നു. അപ്പം ഇനി നമുക്ക് ഇവിടുന്ന് അപ്പുറത്തെ സൈഡിൽ ഈ നാട്ടപ്പൊരിയുന്ന വെയിലത്ത് നടക്കണം. ഇവര് 3 കൂടി ചെയ്തു വെച്ച് ഇതാണ്. നമുക്കിനി അപ്പുറം നടന്നു പോകണം. നമ്മള് മ്യൂസിയത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന മാപ്പ് നോക്കുമ്പോൾ നെറ്റില്ല ഫോണിൽ. പിന്നെ ഫറുവിൻ്റെ ഫോൺ ഓഫായിട്ടുള്ളത്, ആബിദിൻ്റെ നെറ്റില്ല, എൻ്റെ നെറ്റില്ല. നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് ഏച്ചിമാരെ കണ്ട്. അവരോട് നമ്മൾ ചോദിച്ചു, നിങ്ങൾ ആ മ്യൂസിയത്തിലേക്ക് പോവാണ്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മ്യൂസിയത്തിലേക്ക് പോകുന്നതാണ്, എന്നെ ഫോളോ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ മാപ്പ് ഇട്ടിട്ട് പോകുന്നുണ്ട്. ഞാൻ അവരെ കാണിച്ചു തരാം, മുന്നിലുണ്ടാവും. ഇതാ ആ പോകുന്ന ഏച്ചിമാരാണത്. അവരാണ് നമ്മളോട് ഫോളോ ചെയ്തോന്ന് പറഞ്ഞിട്ട് വെക്കുന്നത്. വളരെ കഷ്ടപ്പെട്ട് കഠിന കരോരമായ റോഡിലൂടെ നടക്കുന്ന ഇടത്തടിച്ച് വീഴുന്നു തോന്നുന്നു. മെല്ലെ പിച്ച് വെച്ച് നടന്നു. ക്ഷീണിച്ച് നടക്കാനൊരു സുഖമല്ലേ ഉണ്ടായിരുന്നു, ഇപ്പൊ അതും പോയി. അത് ചെരുപ്പ് ഹീലും കൂടി ആയത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടിനെ പിടിച്ച് നടത്തിയില്ലെങ്കിൽ കുട്ടി എവിടെയെങ്കിലും വേകും. ചെരുപ്പൂരി നടക്കാൻ പറഞ്ഞാൽ അതിനും പറ്റൂല, ഭയങ്കര മൂർച്ചയുള്ള കല്ലുകളാണ്. എത്ര കഷ്ടപ്പെടുന്ന നോക്കും ഒരു മ്യൂസിയത്തിൽ പോകാൻ വേണ്ടിട്ടല്ലേ. ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. കുറച്ച് കഷ്ടപ്പെട്ടു പോയി. നിക്കാവോ, രക്ഷപ്പെട്ടെ. അങ്ങനെ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് നടന്നിങ്ങ് വന്നിട്ടുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് നടന്നിട്ട് അവിടെ ഒന്നുമില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാം? ശോകം. ഫുൾ ഷോക്കായി മാറും. പടച്ചോനിക്കറിയാം ഏത് സമയത്ത് അവിടെ എത്തും. വഴിയും മര്യാദയ്ക്ക് അറിയില്ല. ആ ഏച്ചി ഫോളോ എന്ന് പറഞ്ഞിട്ട് ഫോളോ ചെയ്തിട്ടാണ് പോകുന്നത്. അവർക്കും പ്രത്യേകിച്ച് വഴി അറിയില്ല തോന്നുന്നു. പോകുന്ന വഴിക്ക് എല്ലാവരോട് ചോദിക്കുന്നുണ്ട് എവിടെയുള്ളതെന്നുള്ളത്. പിന്നെ ഫൈനലി നമ്മളിതാ സ്ഥലം എത്താനായിട്ടുണ്ട്, നമ്മളെ മെയിൻ പോയിന്റ്. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കാണണം ഇനി എന്തെല്ലാം ഉള്ളത് എന്നൊക്കെ. ഇത്രയും ആൾക്കാർ അങ്ങോട്ടേക്ക് പോകുന്നത് എല്ലാവർക്കും വഴി തെറ്റി പോയിന്. മ്യൂസിയം എന്ന് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് കയറി ആ ഒരു പ്ലേസിൽ എല്ലാവരും കയറിയത്. അവിടെ നിന്ന് ഇത്രയും ദൂരം നടന്നിട്ടാണ് വരുന്നത്. ഇങ്ങനെ കഷ്ടപ്പെട്ട് പോകുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഉണ്ടാവും, അത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ബിരിയാണി കഴിച്ചതെല്ലാം എവിടെ എത്തി? ദഹിച്ചതെല്ലാം അടുത്ത ബിരിയാണി കഴിക്കാനുള്ള സമയമായി. അത്രയും നടന്നിട്ടുണ്ട്. നല്ലോണം നടന്ന് തളർന്ന്. രണ്ടാളെയും മുഖം നോക്ക്, നല്ല ടാനും അടിച്ചു. ഭയങ്കര വെയില്, നല്ല വെയിലുണ്ട്. നടന്നിട്ട് എത്തിയിട്ടില്ല. ഇവിടെ സാധനം ഞാൻ ഇപ്പോൾ കാണിച്ചതില്ലേ അത് തന്നെയാണ്, പക്ഷെ നടന്നിട്ട് എത്തുന്നില്ല. എല്ലാവരും ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുക ചെയ്യുന്നത്. കണ്ടു അത്രയും പേരുണ്ട്. നമ്മൾ ദൂരത്തുനിന്ന് ഇപ്പം എത്തുമെന്ന് വെച്ചാൽ നടന്നുകൊണ്ട് നിൽക്കുന്നത്, പക്ഷെ എവിടെ എത്തുന്നില്ല. ഇപ്പം ഇച്ചിരി തണൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മളെ മെയിൻ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. അത്രയും ആൾക്കാരുണ്ട് കണ്ടോ, ഇത്രയും ആൾക്കാർ. ഇവരൊക്കെ ടാക്സിക്ക് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് എൻട്രൻസിലേക്ക് പോകണം. അങ്ങോട്ടേക്കാണ് നമുക്ക് പോവേണ്ടത്. നമ്മളതിൻ്റെ എൻട്രൻസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എല്ലാ രാജ്യക്കാരും ഉണ്ട് ഇതിൽ. വാടാട 2 പേരായിട്ട് ഉള്ളിൽ കയറണം എന്നാണ് പറയുന്നത്. 2 പേരായിട്ട് ഉള്ളിൽ കയറേണ്ടത്. നല്ല രസമുണ്ട്. നമുക്കിവിടെ ഫ്രീ ചായ കിട്ടും കേട്ടോ. നമുക്ക് ഇവരുടെ അടുത്ത് നിന്ന് ചായ വാങ്ങിയിട്ട് കുടിച്ചു നോക്കാം. താങ്ക് യു. നല്ല മധുരമില്ലാതെ കട്ടൻ ചായ. ഇല്ല ഇല്ല, കട്ടൻ ചായ അല്ല, കാപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളത്. ലൈക്ക് കാവ. നാക്ക് പൊള്ളിയല്ലോ, കഴിച്ചിട്ട് പ്ലീസ് ഹാവ് ഇറ്റ്. നമ്മൾ ഓരോ എൻട്രൻസിലേക്ക് എത്തുമ്പോൾ സ്പെഷ്യൽ എസ്കോട്ടൊക്കെ ഉണ്ട്. നമുക്ക് ഗൈഡ് ചെയ്യാൻ അങ്ങോട്ടേക്ക് പോയാൽ മതി. ഇവിടെ ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം, എന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോകണം.
ഇതാ കണ്ടോ, ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് അവിടെയാണ് നമ്മളെ ടിക്കറ്റ് കാണിച്ചു കൊടുക്കേണ്ടത്. ഇത് ഇവിടെ നിന്ന് ഓഫ്ലൈനായിട്ട് എടുക്കുന്നവരെ ടിക്കറ്റ് ഏരിയ ആണ്. അപ്പം നമുക്ക് അവിടെ നിന്ന് സ്കാൻ ചെയ്യും നമ്മുടെ ടിക്കറ്റ് കോപ്പി. ഇനി നമ്മളെ ടിക്കറ്റ്സ് ഇവിടെ സ്കാൻ ചെയ്യണം, എന്നാലും മാത്രമേ ഉള്ളിൽ കയറ്റി വിടുള്ളൂ. ഇതാ അവരുടെ കയ്യിലുണ്ട് നമ്മളെ ടിക്കറ്റ്സ്, അവർ സ്കാൻ ചെയ്തോളാം. Do you have Emirates ID or you don't have? Yeah? Please show me. Show me your Emirates ID. എമിറേറ്റ്സ് വഴിയൊക്കെ കാണിക്കാൻ പറയുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് മ്യൂസിയത്തിൽ കയറിയപാട് കണ്ട സാധനങ്ങളാണ് കേട്ടോ ഇത്. ഇതെന്താ വിഷറിയോ, വിഷറി പോലത്തെ ഒരു സാധനമുണ്ട്. പിന്നെ ഇവരുടെ ആർട്ടാണ് കേട്ടോ ഇത്. കീ ചെയിന്, നമ്മളെ കാവ കുടിക്കാൻ നല്ല കപ്പ്. ഇതാ 25 ദിർഹംസ് കൊടുത്താൽ നമുക്ക് ഈ സംഭവമൊക്കെ വാങ്ങി. ഇവിടെ പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനമുണ്ട് കേട്ടോ. ഫോട്ടോസ്. പിന്നെ ഇതെന്താ, ഇതൊരു കീ ചെയിൻ പോലത്തെ എന്തോ സാധനമാണ്. നല്ല ആർട്ട് ചെയ്ത് വെച്ചാണ്ടോ. ഇവിടെ ലുവേറിയ മ്യൂസിയത്തിനെ പറ്റിയിട്ടുള്ള ബുക്സ് ഉണ്ട്, സ്പേസിനെ പറ്റിയിട്ടുള്ള ബുക്സ് ഉണ്ട്. ഇതാണ് ലുവേറിയ അബുദാബിനെ പറ്റിയിട്ടുള്ള ബുക്ക്. ഈ ബുക്കിൽ ഇതിൻ്റെ ഇൻവെൻഷനും കാര്യങ്ങളൊക്കെ പറയാം. അതായത് എപ്പോഴാണിത് സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ജസ്റ്റ് ഒരു കാർട്ടൂൺ പോലെ പറഞ്ഞിട്ടുണ്ട്. ഈ ബുക്സ് വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതിന് 59 ദിർഹംസ് ആണ് വരുന്നത്. അതിൻ്റെ വലിയ ബുക്സ് ഇതാ വോയേജ് ഓഫ് ലുവേറിയ അബുദാബി എന്ന് പറഞ്ഞിട്ട് അതിന് 100 ദിർഹംസ് ആണ് വരുന്നത്. പിന്നെ സ്പേസിൻ്റെ ബുക്ക് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഓൺലൈനിലും പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. വേറൊരു ആർട്ട് ചെയ്ത് വെച്ചത്, ഇത് ക്ലേ ആണ് സംഭവം കേട്ടോ. ക്ലേയിൽ നല്ല പിക്ചർ വരച്ചിട്ടുള്ള സാധനമാണ് കണ്ടോ. ഇതിന് പക്ഷെ എത്ര എമൗണ്ട് വരുന്നതെന്ന് അറിയാമോ? 420 ദിർഹംസ് ഉണ്ട്. കാണുമ്പോൾ നമുക്കൊരു എന്തിലോ ഒന്ന് വരച്ചിട്ടത് മാതിരിയില്ല, പക്ഷെ നല്ല എമൗണ്ട് ഉണ്ട് ഇതിൽ. പിന്നെ ഇവർ ബാഗ് ഉണ്ട്, ബാഗ് നമുക്ക് വാങ്ങാൻ പറ്റും. വീക്കെൻഡ് അബുദാബി എന്ന് പറഞ്ഞിട്ട് നല്ല നമ്മൾ മേക്കപ്പ് ബോക്സ് ഒക്കെ വെക്കാൻ പറ്റിയൊരു നല്ല ബാഗ് ഉണ്ട്. പിന്നെ വാലറ്റ് ഉണ്ട്, നമുക്ക് മെന്നിന് വാങ്ങാൻ പറ്റും അവരുടെ വാലറ്റ്. ഇത് ഹാൻഡ് മെയ്ഡ് പെയിൻറ്റിംഗ് ആണ് വരുന്നത്. പ്ലേറ്റ്സിലും അതുപോലെ നമ്മളെ കപ്പ്, ചായ കുടിക്കുന്ന കപ്പ്, ഇത് നമുക്ക് വാളിൽ സ്റ്റോൾ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇതിന് 220 ദിർഹംസ് ആണ് വരുന്നത് കേട്ടോ. ഇതൊക്കെ വാളിൽ നമ്മളെ മാഗ്നറ്റ് പോലെ നമുക്ക് ഒട്ടിച്ച് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ബ്ലൂ സംഭവം കണ്ടോ, ഇതും ഒരു എസ്തെറ്റിക് പെയിൻറ്റിംഗ് ആണ്. ഇതൊക്കെ ഇതിൻ്റെ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിൻ്റെ വില കേട്ടാൽ ഞെട്ടിപ്പോവും. 600 ദിർഹംസ് ഒക്കെ വരുന്നുണ്ട് ഈ പ്ലേറ്റർ കോമ്പോന്. ഈ ഒരു കപ്പ് ആൻഡ് സോസറിനാണ് ഇവർ 600 ദിർഹംസ് വെച്ച്. എന്തുകൊണ്ട് ഇത്ര എമൗണ്ട് എന്നറിയില്ല, ഭയങ്കര റേറ്റാണ് ഇവിടെ ഒക്കെ മ്യൂസിയത്തിനുള്ളിൽ. അതുപോലെ ഈ ഒരു ട്രേ പോലത്തെ പ്ലേറ്റ് കണ്ടോ, അതിന് 140 ദിർഹംസ് ആണ് വരുന്നത്. ബ്ലൂ പ്ലേറ്റർ കോംബോ 2 എണ്ണം വാങ്ങി കോംബോ ആയിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ ഇതിന് 485. അതായത് ഇതും ഈ കപ്പും ഈ സംഭവവും കിട്ടും. അതിന് 485 ദിർഹംസ് ആണ് വരുന്നത്. സൂപ്പർ മാർക്കറ്റിൽ പോയാൽ 10 ദിർഹംസിന് ഡയറി കിട്ടും. ഇവിടെ വന്നാൽ 130 ദിർഹംസിന് വാങ്ങേണ്ടി വരും. ഇത് ഇയറിങ്സ് ആണ്, ഗോൾഡ് പ്ലേറ്റിങ്സിൽ വരുന്ന ഇയറിങ്സ്. അതിൽ കുറേ അറബിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന് 520 ദിർഹംസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ പണ്ട് ടെക്സ്റ്റ് ബുക്കിലെല്ലാം പഠിക്കുന്ന സമയത്ത്, മലയാളം ടെക്സ്റ്റ് ബുക്കിലെല്ലാം പഠിക്കലില്ലേ, ലിബി ഏതാ യൂസ് ചെയ്യുന്ന ഒരു പെന്ന്, ആ ഇങ്കിലും മുക്കിയിട്ടുള്ളത്, ആ പെന്നാണ് ഈ സംഭവം. പക്ഷേ ഇതിൻ്റെ പേര് ഫെദർ പെന്നെന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 150, 180 എത്ര എമൗണ്ട് വരുന്നുണ്ട്. ക്വാളിറ്റി അനുസരിച്ചിട്ട് റേറ്റിൽ വേരിയേഷൻസ് വരുന്നുണ്ട്. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം ഇങ്ക് പെന്നെല്ലാം യൂസ് ചെയ്യുന്ന പോലെ ഇതിലൊരു ഫെദർ വെച്ചിട്ട് ഇവർ ഇത്ര എമൗണ്ട് കൊടുത്തതാണ്. അഡ്ജസ്റ്റബിൾ വെറൈറ്റി ബ്രേസ്ലെറ്റ് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഇവിടെ വന്നിട്ട് ഇത് പർച്ചേസ് ചെയ്യാൻ നല്ല രസമുണ്ട്. ഇതിന് 30 ദിർഹംസ് ആണ് വരുന്നത്. നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ ഡ്രസ്സിനെല്ലാം വെക്കുന്ന ലേസ് ഇല്ലേ, നമ്മൾ താഴത്തിങ്ങനെ ഡ്രസ്സിന് അറ്റാച്ച് ചെയ്യുന്ന ലേസ്, അതിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് പോലെ അഡ്ജസ്റ്റബിൾ ആണ്. ഒരു ചെറിയൊരു നൂലുമേലുള്ള കളിയാണ്. ഇതാ ഈ നൂല് കെട്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നത് തന്നെ. എന്താ ഭൂതക്കണ്ണാടിയോ വാൽ കണ്ണാടിയോ ഇങ്ങനെ നോക്കുന്ന സംഭവമില്ലേ, കോൺവെക്സ് മിറർ എന്നെല്ലാം പറഞ്ഞിട്ട് അതും ഉണ്ട്. ഓക്കെ, അതായത് പഴയ കാലത്തെ സംഭവങ്ങൾ ഇവരിവിടെ റീക്രിയേറ്റ് ചെയ്ത് പൈസക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത് മെയിനായിട്ട്. ഇതാരാണ്, ബുദ്ധയോ? ആ ബുദ്ധൻ്റെ പേര് ആങ്കർവഡ് ബുദ്ധ എന്നാണ്. ആളുടെ തലക്ക് എത്ര പൈസ എന്നറിയാമോ? 780 ദിർഹംസ്. ഒരു തലക്കല്ല ഇത്ര പൈസ ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഞാൻ പണ്ട് സ്കൂളുകളിൽ മാത്രം പഠിക്കുന്ന ഹിസ്റ്ററി പണ്ടേ ഇഷ്ടമല്ല, എന്നാലും ഹിസ്റ്ററി ടെക്സ്റ്റ് എടുത്ത്. ഇതാ മൈക്കിൾ, എനിക്കറിയാം, ഞാൻ BA ഇംഗ്ലീഷിലെല്ലാം പഠിച്ചതാണ്, പക്ഷെ ഒന്നും ഓർമ്മയില്ലാന്നേ ഉള്ളൂ.
ഇവരെ അറിയാവോ നിങ്ങൾക്ക് ആരെങ്കിലും? പഠിക്കുന്ന സമയത്ത് ഇവരെ ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ? ഈജിപ്ഷ്യൻ ആർട്സ്, തുർക്കി, ഈജിപ്ത് ഇങ്ങനത്തെ പ്ലേസുകളിലാണ് ഏറ്റവും കൂടുതൽ ആർട്ടിനെ വർണ്ണിക്കുന്ന പ്ലേസ്. കാരണം അവിടെയുള്ള തുർക്കിയിലൊക്കെ പോയാൽ ഓരോ പ്ലേസിലും അവരുടെ ആർട്ട് ഓരോ ഭിത്തിയിലും ഉണ്ടാവും. അതായത് നമുക്ക് പില്ലേഴ്സിൽ നമുക്ക് കാണാൻ പറ്റും അവരുടെ ആർട്ട്. തുർക്കി, ഈജിപ്ത്, പിന്നെ ഉസ്ബെക്കിസ്ഥാൻ. ഞാൻ ഇതൊന്നും പോയിട്ടില്ല, പക്ഷെ ഞാൻ ഇതിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ കുറേ വായിച്ചിട്ടുണ്ട്. അവിടെയൊക്കെയാണ് മെയിനായിട്ട് ആർട്ട് നമുക്ക് ഓരോ ഭാഗത്ത് പോയാലും കാണാൻ പറ്റുന്നത്. ഇത് നമ്മുടെ ഈജിപ്തിലെ ഒരു പ്ലേസ് ആണ്, ഗിസ പിരമിഡ് എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഈജിപ്തിൽ മെയിനായിട്ട് പിരമിഡ്സ് ആണ് ഉള്ളത്. അതിൽ വൺ ഓഫ് ദ ഫേമസ് പിരമിഡാണ് ഗിസ പിരമിഡ്. ഉള്ളിൽ നമ്മൾ കുറേ പുസ്തകങ്ങളും കപ്സ്, ഓർണമെൻറ്റ്സ് അങ്ങനത്തെ എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ പുറത്ത് വന്നിട്ട് കാണുന്ന ഒരു വ്യൂ ആണിത്. നമ്മൾ പുറമേ ഒരു ഷീൽഡ് പോലെയല്ലേ കണ്ടത്, ആ ഷീൽഡിൻ്റെ ഉള്ളിലത്തെ കംപ്ലീറ്റ് വ്യൂ ആണ് ഈ കാണുന്നത്. കുറേ ആൾക്കാർ ക്യാമറ സ്റ്റാൻഡ്സ് ഒക്കെ കംപ്ലീറ്റ് വെച്ചിട്ടുണ്ട്. ഇത് ഈ മ്യൂസിയത്തിൻ്റെ ഒരു ഏരിയ ആണ്. ഇതിൽ നമുക്ക് റാമ്പ് വാക്ക് വേണ്ടിക്ക് ചെയ്യാം. റാമ്പ് വാക്ക് ഫ്രീ ആണ് കേട്ടോ ചെയ്യാൻ. ഇവിടെ ഒരു ക്യാമറാമാൻ ഉണ്ട് ഈ സൈഡിൽ നിൽക്കുന്ന ആള്. പൈസ കൊടുത്താൽ വീഡിയോ എടുത്തു തരും. നമുക്ക് റാമ്പ് വാക്ക് വേണ്ടിക്ക് ചെയ്യാം. കുട്ടികളൊക്കെ ഹായ്. നല്ല അടിപൊളി വിഷ്വലൈസ്ഡ് വീഡിയോ വേണ്ടിക്കിൽ പൈസ കൊടുത്തിട്ട് ക്യാമറയിൽ വീഡിയോ എടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ എടുക്കാം, നമ്മളെ ഫോണിലെടുക്കാം, ആർക്ക് വേണ്ടിയിട്ട് നടക്കാം. നമ്മളെല്ലാണെങ്കിലും നാണായിട്ട് നടക്കില്ലല്ലോ. ഇവർക്കെല്ലാം ഒരു പ്രശ്നവുമില്ല, നല്ല കൂളായിട്ട് നടന്ന് നല്ല പോസ്റ്റൊക്കെ ഇടുന്നുണ്ട. എനിക്ക് നടക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതിൻ്റെ നല്ല കമൻട്രി നമുക്കിവിടെ കേൾക്കാൻ പറ്റും. ആള് പ്രഗ്നന്റ് ആണ്, എന്നിട്ട് പോലും നല്ല ആ ഒരു ഫാഷൻ സെൻസിൽ നടന്നു പോകുന്നുണ്ടോ. ഷീ ഈസ് ഫ്രം യമൻ. ഇനി ഇത് അടുത്തതായിട്ട് വരുന്നു മാഡം ഡിസൂസ. ബാഗും പിടിച്ചിട്ടാണ് വരുന്നത് ആൾക്കാർ. വാവ്. ഇത്രയും പെമ്പിള്ളേർക്ക് ശേഷം വൻ വിജയത്തോടൊരിതാണിതാ നമ്മുടെ മുന്നിലേക്ക്. ആളുടെ മരണമാസ എൻട്രി ആണ് ഈ കാണുന്നത്. വാവ്, സ്റ്റൈലിഷ് ലുക്കൊക്കെ കണ്ട. ഇതാ ആ ഫസ്റ്റത്തെ ആള് പോയ ധൈര്യത്തിൽ രണ്ടാമത്തെ ആളുടെ ബാക്കോട്ടിൽ നിന്ന് വരും. ആ ഫസ്റ്റത്തെ ആളുടെ അത്ര പവർ ഇല്ലെങ്കിലും ആൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, വരാനുള്ള ആ ഒരു കോൺഫിഡൻസ് അത് മതി. വീണ് പോണ്ടേ മുന്നോട്ടുനിന്ന്. ഈ ഒരു വ്യൂ കാണാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ നിൽക്കുന്നത്. ഈ വ്യൂവിൻ്റെ നടയിൽ നിന്നിട്ടാണ് നമ്മളെ റാമ്പ് വാക്ക് നടക്കുന്നത്. അത്രയും അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. നമ്മൾ പുറമേ കാണുമ്പോൾ അത്ര വലിയ രസമില്ല, പക്ഷെ ഉള്ളിൽ കയറുമ്പോൾ അതിൻ്റെ എക്സൈറ്റ്, പുറത്തുള്ള ആ വെളിച്ചവും ആ വെയിലും ആ സംഭവമൊക്കെ വരുന്നുണ്ട്. Thank you. Super video. Very good. Especially because I really like you, bro. Thank you. You all You're from? you all from Uganda? Yeah. How long have you been here? 10 No. years. 10 days. Different years. Each year, yeah. Okay. Nice to meet you. What's your name? From I'm from India. India. Nice to meet you. All? Yeah, all. Nice to meet you. Yeah. Thank you. Nice. Thank you. Yeah. ഇവിടെ വന്നിട്ട് ഒരു ഫോട്ടോ കിട്ടിയതാ. ഹാപ്പി ഫാദേഴ്സ് ഡേ. ഓ സോറി, ഹാപ്പി മ്യൂസിയം ഡേ. ഇത്രയും സമയം നമ്മൾ വലിയ ആൾക്കുള്ള സംഭവമല്ലേ കണ്ടത്. മ്യൂസിയം, അതിൻ്റെ ഉള്ളിൽ ബുക്സ്, പിന്നെ ഫാഷൻ ഷോ, ഇതൊക്കെ കണ്ട്. അപ്പോൾ ഇവിടെ വന്ന കുട്ടികൾ എന്ത് ചെയ്യും, കുട്ടിക്ക് ബോറടിക്കില്ലേ. കുട്ടിയൊക്കെയായിട്ട് ഇവിടെ പ്രത്യേക തരം മ്യൂസിയം ഉണ്ട്. ചിൽഡ്രൻസ് മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ളിൽ വേറൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത് നോക്കിയിട്ട് വരാം. നല്ല അടിപൊളി സെറ്റ് സ്ഥലം. കയറുമ്പം തന്നെ ഒരു വേറൊരു വൈബ് കാണുന്നില്ലേ.
നമ്മൾ അവിടെ പോയപ്പോൾ കംപ്ലീറ്റ് വെളിച്ചമായിരുന്നു, ഇവിടെ ഡിം ലൈറ്റാണ് ഉള്ളത്. ഇത് സ്പേസ് സ്റ്റേഷൻ അപ്സ്റ്റേഴ്സ് ആണ്. ഇത് നമ്മൾ മേലോട്ട്, ഇതിൻ്റെ മേലിലാണ് സ്പേസ് സ്റ്റേഷനാണ്, നമുക്ക് മേലോട്ടേക്ക് പോയിട്ട് വരാം. അപ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റിച്ചു, നമ്മൾ ഡൗൺ സ്റ്റെയറിലേക്കാണ് പോകുന്നത്. താഴോട്ടേക്ക് പോകുന്നത് ഡൗൺ സ്റ്റെയർ അല്ലേ. അബുദാബി പോയിട്ട് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ട് വരുന്ന ഇംഗ്ലീഷ് ഒട്ടും വശമില്ല. കാലിബ്രറി വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഗെയിം ഐറ്റംസ് ആണ് കേട്ടോ ഇത്, സ്പേസിൻ്റെത്. അതായത് മേലിൽ നിന്ന് കല്ല് വരും. ഇപ്പോൾ റോക്കറ്റ് അതിൽ കാണിക്കുന്നത് ഈ കുട്ടിയാണ്. ഈ കുട്ടി എവിടെയാണ്, ആ കല്ല് വരുന്ന ഡയറക്ഷൻസ് അല്ലാതെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകണം. അതാണ് ആ കുട്ടി കളിച്ചുകൊണ്ട് നിൽക്കുന്നത്. കുട്ടിയൊക്കെ അടിപൊളിയാണ്. ട്രെയിനിങ് എക്യുപ്മെൻറ്റ്സ് ഉള്ള പ്ലേസ് ആണ്. ഇത് കുട്ടിക്ക് മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് കളിക്കാൻ പറ്റുക. അവരുടെ ബ്രെയിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവം കണ്ട ഓരോ ഐറ്റംസ് അവരെങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി വെക്കുന്നത് ആ ഒരു ഫീൽഡിൻ്റെ ഉള്ളിൽ. വണ്ടിക്ക് ഹെൽപ്പ് ചെയ്യാൻ മദേഴ്സിനും ഹെൽപ്പ് ചെയ്ത് നോക്കാം. ആ ഒരു അവിടെ കണ്ട ബിൽഡിയോ ക്യാമ്പ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ അവർ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് വേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഈ കുട്ടികൾ ആ പിക്ചർ കണ്ടിട്ട് ഈ കാണുന്ന ഐറ്റംസ് വെച്ചിട്ട് എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്തെടുക്കണം. കാലിബ്രറി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ. പക്ഷെ ഇതൊരു അടിപൊളി സംഭവമാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. അവരെ സ്കില്ല് വർദ്ധിക്കാനും നല്ലൊരു ഓപ്ഷനാണിത്. സ്പേസിൻ്റെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ സ്പേസ് പോലെ ആക്കി വെച്ചതാണ് ഈ സംഭവം. കണ്ടോ, എന്താ ചെറിയ ഈ സംഭവമൊക്കെ എന്താ. പിന്നെ ഇവിടെ വേറൊരു ആക്ടിവിറ്റി കണ്ടോ, ജമ്പിങ്. അത് സ്പ്രിങ് ആണ്. കുട്ടികൾ തുള്ളുമ്പോൾ കുട്ടിക്ക് ഒരു ആവേശം കണ്ടോ, ആ കുട്ടികളെ കളിക്കുന്നതൊക്കെ തുള്ളുന്നത്, അതിനല്ല ഒരു ആവേശം. എനിക്ക് കയറി തുള്ളണം എന്നുണ്ട്. ഞാൻ തുള്ളിയാൻ വേണ്ടിക്ക് താഴോട്ടേക്ക് പോവാം, മേലോട്ടേക്ക് പോകുന്നില്ല. രണ്ടാൾ അവിടെ കുത്തനെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നെ ഉള്ളിലേക്ക് കയറ്റുന്നില്ല, അവരവിടെ ബ്ലോക്ക് ആക്കി വെച്ചിട്ടുള്ളത്. ഇനി ഇവരെ തട്ടി മച്ചിട്ട് ഞാൻ കയറി ഉള്ളിൽ പോവാം. ഇത്രയും ടൈം നമ്മൾ എവിടെയുള്ള സ്പേസിലായിരുന്നു. ഇനി സ്പേസിൽ തന്നെ നിന്നാൽ ബോറടിക്കൂലേ. ഇനി നമുക്ക് കുറച്ച് ഏർത്തിലേക്ക് പോവാം. ഇതാണ് നമ്മളെ ഏർത്തിൻ്റെ റൂട്ട്. ഏർത്തിലേക്ക് പോയിക്കൊണ്ട് കഴിയുന്നത്. ഏർത്തിലേക്ക് ഇതാ ഇറങ്ങാൻ പോവാണ് ഗൈസ്. അയ്യോ ഏർത്തിലെത്തിപ്പോയെ. എനിക്ക് തിരിച്ച് സ്പേസിൽ തന്നെ പോകണം. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് പെയിൻറ്റിങ് സെക്ഷനാണ്. നിങ്ങൾക്ക് കാണുന്നില്ല ടാബ്ലോ, ആ പെയിൻറ്റിങ് ബോർഡൊക്കെ വെച്ചിട്ട്. പക്ഷെ നിലവിലിപ്പോൾ ഇവിടെ ആരുമില്ല. പെയിൻറ്റിങ് സെക്ഷൻ അവിടെ യൂഷ്വലി നടക്കാറ്. അതിന് ടൈം ഉണ്ട് തോന്നുന്നു. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പച്ചവെള്ളം കിട്ടായിട്ട് നമ്മൾ പച്ചവെള്ളം ഇതാ പൈപ്പ് തുറന്നെടുക്കുന്നു ഗൈസ്. നോക്കിക്കോ, ഇവിടെയെല്ലാം വരുമ്പോൾ ഒരു 5-6 വെള്ളം ബോട്ടിൽ എടുക്കേണ്ട വരും. ഇപ്പം നമ്മൾ ആർട്ട് മ്യൂസിയത്തിലാണുള്ളത്. ഈ കാണുന്ന ഫോട്ടോ ഇല്ലേ, ആ മനുഷ്യനാണ് ആ ചിത്രം വരച്ചത്. അയാളെ തന്നെയാണ് വരച്ചിട്ട് ഫോട്ടോ ആയിട്ട് നമുക്കിവിടെ ആർട്ട് ഗാലറിയിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ സെക്കൻഡ് കാണുന്ന ചിത്രം എന്ന് പറയുന്നത് ലാൻഡ്സ്കേപ്പ് വിത്ത് ട്രീ ആണ്. ഇത് നമുക്ക് കൂടുതൽ പിക്ചറിനെ പറ്റിയിട്ട് അറിവുള്ള ആൾക്കാർക്ക് ഈ ഒരു പിക്ചർ കണ്ടാൽ അതിൽ എന്തൊക്കെയാ മീനിങ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. എനിക്ക് പ്രത്യേകിച്ച് ചിത്രത്തിനോട് അത്ര വലിയ ഇതില്ല, അതുകൊണ്ട് ഡീപ്പായിട്ടുള്ള മീനിങ് അറിയില്ല. ലാൻഡ്സ്കേപ്പ് വിത്ത് ട്രീ ആണെന്ന് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. നമ്മൾ ഈ കാണുന്ന ഓയിൽ ക്യാൻവാസിലുള്ള വ്യക്തിനെ എല്ലാവർക്കും അറിയാം. നമ്മളെപ്പോഴും ടെക്സ്റ്റ് ബുക്കിലും അല്ലാതെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ പരിചയമുള്ളൊരു മുഖമാണ് നമ്മുടെ മൊണാലിസ. ആളുടെ ഓയിൽ പെയിൻറ്റിംഗ് ആണ് ഈ കാണുന്നത്. ഇത് ജസ്റ്റ് ഒരു ഓയിൽ ക്യാൻവാസ് ആണ്. ഇതിനെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ചിത്രത്തിനോട് കൂടുതൽ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ഈ ഒരു ചിത്രം കാണുമ്പോൾ ഇതിൻ്റെ ഡീപ്പ് മീനിങ് മനസ്സിലാവും. എനിക്കിതിൽ പ്രത്യേകിച്ച് കാണില്ല. കുറേ സ്കൾട്ടർ ഉണ്ട് ആ ഒരു ചിത്രത്തിൽ, പിന്നെ ചെറിയ ട്രീസ് ഉണ്ട്. മെയിനായിട്ടുള്ള മീനിങ്സ് എനിക്കിതിൽ നോക്കിയിട്ട് മനസ്സിലായിട്ടില്ല. ഇനി ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തും എന്താ ആ ഒരു ചിത്രം കൊണ്ട് മീനിങ്. ഇതിനെ ഫസ്റ്റ് ഒരു വ്യക്തിയെ കാണിച്ചു തന്നിട്ടില്ലേ, ഈ ചിത്രം വരച്ച ആളുടെ ഫാദറാണ് ഈ കാണുന്നത്. ഫാദർ കിടന്ന സമയത്ത് വരച്ചൊരു ഫോട്ടോ ആണിത്. ഇതൊക്കെ സ്വന്തം കൈകൊണ്ട് ഓയിൽ പെയിൻറ്റിംഗ് ആണ് കേട്ടോ കംപ്ലീറ്റ്. ഇതൊരു ചെറിയൊരു ഗാലറി പോലെ, ആർട്ട് ഗാലറി എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റപ്പിൽ ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചതാണ്. ഒരുപാട് ആൾ മൊണാലിസിൻ്റെ അടുത്ത് നിന്നിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. എല്ലാവർക്കും ആ ഒരു പിക്ചറാണ് ഒന്ന് കൂടുതൽ ഇഷ്ടമുള്ളത്. അവിടെ നിന്നിട്ട് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. മ്യൂസിയം ഗാലറിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഇതിനുള്ളിൽ എന്തോ വലിയ സംഭവം ഉണ്ട് തോന്നുന്നു. അത്രക്കും ആൾക്കാരുണ്ട് ഇതിനുള്ളിൽ പോകുന്നത്. നമ്മളിപ്പം കയറിയ മ്യൂസിയം ഇല്ലേ, അതിൻ്റെ കംപ്ലീറ്റ് ഡോം വ്യൂ ആണ് ഈ കാണുന്നത്. കണ്ടോ, അവർ ഉണ്ടാക്കി വെച്ചത് കണ്ടോ. അതായത് നമ്മൾ കയറുന്ന ഓരോ മ്യൂസിയം, അതുപോലെ പെയിൻറ്റിങ്ങുള്ള ഏരിയ, അതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു ചെറിയ കട്ട സൈഡിൽ കണ്ടോ, നമ്മൾ ഫസ്റ്റ് ഒരു ഗാലറി കയറിയിട്ടുണ്ട്, അത് കാണിച്ചിട്ടുണ്ട്.
പിന്നെ ബുക്സിൻ്റെ നമ്മൾക്ക് പെയ്ഡായിട്ട് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നത് അതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഈ 3 ഫിഗേഴ്സ് മദർഹുഡിനെ മെൻഷൻ ചെയ്യുന്നത്, അതായത് നമ്മുടെ മാതൃത്വം അതിനെ മെൻഷൻ ചെയ്യുന്ന സംഭവമാണ് ഈ സംഭവങ്ങളൊക്കെ. അവരുടെ കുട്ടികളെ എങ്ങനെ അവർ നോക്കി, അവരുടെ ആ ഒരു ഏരിയയിൽ എങ്ങനെയാണ് കുട്ടികളെ നോക്കുന്നത്, അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെ സിംബലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 3 പിക്ചേഴ്സ് അല്ല ഫിഗേഴ്സ് നമുക്കിവിടെ വെച്ചിരിക്കുക. ഈ മ്യൂസിയത്തിലെ ഫസ്റ്റ് എൻട്രിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന 3 മദർഹുഡ് ഫിഗർ ആണ് ഈ സംഭവങ്ങൾ. ഈ കാണുന്നത് നമുക്കൊരു അമ്പലം പോലെ തോന്നിക്കുന്നുണ്ട്, പക്ഷെ ഇത് അമ്പലമല്ലാണ്, ഹൗസ് ഓഫ് ഡെഡ് എന്ന് അറിയപ്പെടുന്നത്. കാരണം മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആഷസ് പ്രിസർവ് ചെയ്യുന്ന പ്ലേസ് ആണ് ഈ സംഭവം. കാരണം ഇതേ പ്ലേസ് ഞാൻ നിങ്ങളെ വീട്ടിൽ കണ്ടിട്ട് മേലയിലുണ്ട് ഇല്ലയാടാ. പക്ഷെ സംഭവം ഇത് അതല്ല, എന്തോ ഫ്ലോറൽ പ്ലേറ്റ്സ് ആണ്. അതായത് വൺ പ്ലേസ് ടു അനദർ പ്ലേസിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എന്തോ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവർക്ക് ആ ട്രാവലിംഗ് പാറ്റേൺ ഉള്ള പ്ലേറ്റ്സ് ആണ് പറഞ്ഞത്. ഇതെല്ലാം നിങ്ങൾ ഭയങ്കര റിച്ച് ആണല്ലോ. നമസ്തേ ജി, നടുക്കൾ അമ്മമ്മ നമസ്തേ ജി എന്ന് അവർ താഴത്ത് നോക്കിയേ എഴുതിയിട്ടത്. എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ കണ്ട സംഭവങ്ങളെ കുറിച്ചിട്ടെല്ലാം എഴുതിയിട്ടതാ കേട്ടോ. ഓരോന്ന് ഹിന്ദിയിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, അറബിയിലുണ്ട്. ഡാൻസിങ് ബുദ്ധ. ഇത് കാണുമ്പോൾ ഒരു സ്റ്റോൺ പോലെ തോന്നിക്കും, പക്ഷെ ഇത് അതല്ല. 10,000 വർഷങ്ങൾക്ക് മുന്നേ ഇവർ കല്ല് മുറിക്കാനും മറ്റ് ഹാമ്പേഴ്സ് ഉണ്ടാക്കാനും എല്ലാം യൂസ് ചെയ്ത സ്റ്റോണാണ്. നമ്മുടെ നെക്സ്റ്റ് ആളിതാ ഇവിടെ ഇരിക്കുന്നത്. ആരാണിത്? വാ, അവിടെ എഴുതിയിട്ടിട്ടുണ്ടാവും ആരാണത്. കുട്ടിയിലിട്ട് വെച്ച സാധനമാണ് ഇത്. ഇത് നമുക്ക് തൊടാനൊക്കെ പറ്റുന്നത്. ഇത് കല്ല കേട്ടാ, വേണ്ട പിടിച്ച് പൊട്ടിച്ചിട്ട് ഫൈന് വാങ്ങലായിരിക്കും. മൃഗങ്ങളെ തൊലി കൊണ്ടുണ്ടാക്കിയ പാത്രമാണിത്. ഇതേ നോക്കിക്കോ, പക്ഷെ തൊടാനുള്ള അനുവാദമില്ല. ചില്ലുംകൂട്ടിലാണ് കിടക്കുന്നത്. പാത്രത്തിന്റെ എല്ലാം ഒരു ഭാഗ്യം. ചില്ലുംകൂട്ട് കിടന്നിട്ട് ആൾക്കാരെ കാണാൻ വരുന്നുണ്ടോ? ആ മണ്ണിന്റെ നല്ല ഉണ്ടല്ലേ. അതെനിക്ക് തോന്നുന്നു സ്കിന്നെ ഇതാക്കിയിട്ടുള്ള. ഇത് ബ്ലാക്ക് ടോപ്പഡ് റെഡ് വെയർ ജാറ, ഈജിപ്തിലെ ഫൗണ്ട് ചെയ്തത് ഫസ്റ്റ്. ഇതൊക്കെ ഈജിപ്തിലെ സംഭവങ്ങളാണ്. ഈജിപ്തിലെ ഉപ്പാപ്പ കണ്ടിരുന്നിട്ട് എൻ്റെ ഒരു നോളജ് അനുസരിച്ചിട്ട് ഇതെന്താന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. എല്ലാവരും തുറന്ന് നോക്കുന്നുണ്ട്. ആ എഴുതി വെച്ചത് എന്താന്ന് പോലും ആർക്കും മനസ്സിലാവുന്നില്ല. ഇംഗ്ലീഷ് തന്നെയാണ്, പക്ഷെ ആർക്കും മനസ്സിലാവാതെ ഇംഗ്ലീഷ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ഇതിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചതെന്നെല്ലാം മാമാത് നോക്കിക്കൊണ്ട് വെക്കുക. ഇനിയും ഒരുപാടുണ്ട് കാണാൻ, ഈ ചുറ്റും കാണില്ലേ. പക്ഷെ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഭയങ്കര ബോറിംഗ് ആയിപ്പോ, അവിടെ കാണിച്ചു തരാതെ ഇനി നമ്മളൊന്ന് കറങ്ങി കണ്ടു വരുന്നത്. അങ്ങ് പാകിസ്ഥാനിന്ന് കൊണ്ടുവന്ന ബുദ്ധന്റെ ഹെഡാണ് ഈ കാണുന്നത്. കുട്ടികളെല്ലാം ആവേശഭരിതമായിട്ട് തൊട്ട് നോക്കുന്നുണ്ട് എന്താ സംഭവം എന്നുള്ളത്. എടാ പിള്ളേരൊക്കെ ഭയങ്കര ആവേശം, എന്താ സംഭവം എന്നുള്ളത്. എല്ലാരും കേറി പിടിക്കല്ല ചെയ്യുന്നത്. യാരിവൾ ആരിവൾ കടന്ന് സുഖിക്കുന്നു. സുഖല്ലേ മാഡം? ഹൗ ആർ യു? Say mother baby. Washroom. What's your name? Miral. What are you playing? Huh? Baby. Bye. അങ്ങനെ ആ കുഞ്ഞും പോയി. 1250 1300-കളിൽ ഡമസ്കസിന്ന് കൊണ്ടുവന്ന ഖുർആനാണിത്. ഇതിൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ കളറ് അതുപോലെ ഇങ്ക് യൂസ് ചെയ്തത് ഗോൾഡൻ പേപ്പർ വെച്ചിട്ടാണ് യൂസ് ചെയ്തത്. അതുപോലെ ബൈൻഡിങ് എന്ന് പറയുന്നത് ലെതർ ബൈൻഡിങ് ആണ്. നമ്മൾ നോർമൽ ഖുർആനിൽ കാണിക്കുന്നത് പോലെയല്ല, പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചു കൊണ്ടുവന്ന ഖുർആനാണ് ഇത്. കുറേ വർഷങ്ങൾക്ക് മുന്നേ ഈ രാജാക്കന്മാരെല്ലാം യൂസ് ചെയ്ത വളകളും ബ്രേസ്ലെറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതുള്ളത് കുറേ വർഷങ്ങൾ മുന്നേ. ഇത് ഒറിജിനൽ ഗോൾഡാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. പൊന്നിന് ഇപ്പം എത്രയാ വില? 300-400-കളിലുള്ള സാധനമാണ് ഈ ബ്രേസ്ലെറ്റ്. അതിൻ്റെ പഴക്കം അതിൻ്റെ മേലെ കാണിക്കുന്നുണ്ട്, പക്ഷെ ഒറിജിനൽ ഗോൾഡാണ്. ഗോൾഡും അതിൻ്റെ മേലെ വേറെന്തോ മിക്സിങ്ങും ഉണ്ട്. 1, 2, 3
അങ്ങനെ നമ്മൾ കുറേ പിരമിഡ്സ്, കുറേ പിക്ചർ, പിന്നെ നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് വ്യൂവും കണ്ട് നമ്മളെ എല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നിട്ടുള്ള ഇന്നത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഇത്രയും ദൂരം നടന്നു വന്നിട്ട് എന്തായിരുന്നു എക്സ്പീരിയൻസ്? പ്രതീക്ഷിച്ച പോലെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? എക്സ്പെക്ട് ചെയ്ത് അത്ര ഉണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം എൻജോയ് ചെയ്തു. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നന്നായി എൻജോയ് ചെയ്തു. കുറച്ചും കൂടി എക്സ്പെക്ട് ചെയ്തു, അത്രേ ഉള്ളൂ. പക്ഷെ അത്ര വന്നില്ല. പക്ഷെ നമ്മൾ ഉള്ളിൽ കയറിയതിന് ശേഷം നമ്മൾ ചെറിയൊരു പോർഷനിൽ മാത്രമേ ഒരുമിച്ചിട്ടുണ്ടായിട്ടുള്ളൂ. ബാക്കി എല്ലാ പോർഷനിലും ആള് സ്വന്തം ക്യാമറ എടുത്ത് പോയി, ഞാൻ എന്റെ ക്യാമറ എടുത്ത് പോയി. എന്റെ വീഡിയോയിലും വരും. അപ്പൊ ആ വീഡിയോ കുറച്ച് പോർഷനിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. പിന്നെ രണ്ടുപേരും രണ്ട് വഴിക്ക് പോയി. നമ്മൾ 2 വൈക്കായി ലാസ്റ്റ് അവസാനം നമ്മളെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുവായിരുന്നു. ഞങ്ങൾ കണ്ടുമുട്ടിയ അവസാനം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനിയും ഇയാളെ കൂട്ടിയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും. അബുദാബിയിലായതുകൊണ്ട് അതിന്റെ ഒരു ചെറിയൊരു പ്രശ്നം മാത്രം അല്ലെ, ദൂരം. എന്തായാലും ദുബായിലേക്ക് വാ, അപ്പൊ നമുക്ക് ദുബായിൽ എൻജോയ് ചെയ്യാൻ പോവാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യോ, ഷെയർ ചെയ്യോ, പിന്നെ എന്താ ചെയ്യണ്ടേ? സബ്സ്ക്രൈബ് ചെയ്യാം.